തിരുവനന്തപുരം പൗടിക്കോണത്ത് 11 വയസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ജനലിൽ കെട്ടിയ റിബൺ കഴുത്തിൽ കുരുങ്ങിയ നിലയിലാണ് പെൺകുട്ടിയെ കണ്ടത്. കുട്ടികൾ കളിക്കുന്നതിനിടെ സംഭവിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. MG പ്രതീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? പ്രതീഷ്, ഉന്മേഷ, ഇന്നുച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം പൗടിക്കോണത്താണ് 11 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൗടിക്കോണം സുഭാഷ് നഗറിൽ വീട്ടിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ ജനലിൽ ഒരു റിബൺ കെട്ടിയിരുന്നു. ഈ റിബൺ കഴുത്തിൽ കുരുങ്ങിയ നിലയിലാണ് ഈ കുട്ടിയെ കണ്ടത്. മാതാപിതാക്കൾ ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. ഈ മരിച്ച കുട്ടിയും കുട്ടിയുടെ സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇളയ കുട്ടി അറിയിച്ചതിനെ തുടർന്ന് അയൽവക്കത്തുള്ള ആളുകൾ എത്തിയാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. SAT ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ആശുപത്രി അധികൃതരും അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ ഓട്ടോ ഡ്രൈവറായ പിതാവും അമ്മ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. ഇവർ രണ്ടുപേരും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിനിടെ ഉണ്ടായ അപകടമെന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇപ്പോൾ മൃതദേഹം വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തുമെന്ന് ശ്രീകാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്, 11 വയസ്സുകാരെയാണ് തിരുവനന്തപുരം പൗടിക്കോണത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനലിൽ കെട്ടിയ റിബൺ കുട്ടിയുടെ കഴുത്തിൽ കുരുങ്ങിയ നിലയിലായിരുന്നു. കുട്ടികൾ കളിക്കുന്നതിനിടെ സംഭവിച്ചതാകാമെന്നാണ് ഇപ്പോഴത്തെ വിവരം. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.